Alhamdulillahi wahda. Nahmaduka ya man awdahta lana subul al-hidayah wa azahta an basairina ishawat al-ghawaya. Allahumma salli wa sallim wa barik ala nabiyyina Muhammad wa ala alihi wa sahbihi ajma'in, amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Ya ayyuhalladhina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Bismillahir rahmanir rahim. Wasari'u ila maghfiratin min rabbikum wa jannatin 'arduha as-samawati wal ardu u'iddat lil muttaqin alladhina yunfiquna fis sarra'i wad dharra'i wal kadhimina al ghayza wal 'afina 'anil nas wallahu yuhibbul muhsinin. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാനിൻ്റെ അതിസുന്ദരങ്ങളായ നിമിഷങ്ങൾ അതിവേഗതയിൽ നമ്മളിൽ നിന്ന് ഓടിമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ കലാമിനെ കാതോർക്കുവാനും അല്പസമയം ഈ ഒരു പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു തന്ന നമ്മുടെ ആയുസ്സിലെ ചില സമയങ്ങൾ ഇവിടെ ചെലവഴിക്കുന്നതിനും അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധ നന്മകളും നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രതിഫലവും പറ്റി അതിൽ സന്തോഷമടയുന്ന സൗഭാഗ്യരിൽ അള്ളാഹുവെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ഇന്ന് ഞാൻ ഇവിടെ ആമുഖമായി ഓതി വച്ചത് സൂറത്തു ആലി ഇമ്രാനിലെ 133 മുതൽ 136 വരെയുള്ള ആയത്തുകളാണ്. ഈ റമദാനിൽ ഒരുപാട് തവണ നമ്മൾ ഓതിപ്പോയ ആയത്തുകളായിരിക്കാം. പല ഇമാമുകളും പാരായണം ചെയ്തത് നമ്മൾ കേട്ടിട്ടുമുണ്ടാകും. പക്ഷെ വിശുദ്ധ റമദാനിൽ ഈ ആയത്തുകൾ എപ്പോഴും നമ്മൾ നമ്മുടെ നെഞ്ചിൽ എഴുതി വെക്കേണ്ട, ഒട്ടിച്ചു വെക്കേണ്ട ആയത്തുകളാണ്. പരിശുദ്ധമായ റമദാനിൽ കഴിവിൻ്റെ പരമാവധിയൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാനും കുറേയൊക്കെ നല്ല കർമ്മങ്ങളുമായി അള്ളാഹുവിലേക്ക് അടുക്കാനും ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണല്ലോ നമ്മളൊക്കെ. അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഈ ആയത്തുകളിൽ അള്ളാഹു സ്വർഗത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സ്വർഗമാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന വ നഊദു ബിക മിനന്നാർ. പക്ഷെ സ്വർഗത്തിലേക്കുള്ള ഏർപ്പാടുകളിൽ, സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഒരു അലസതയും ഒരു മടിയുമൊക്കെ കടന്നുകൂടുന്നവരാണ് നാം ഏവരും. സ്വർഗം വേണമെന്ന് പറയും, പക്ഷെ ആ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങളിൽ പലപ്പോഴും പിന്നിലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു ദിവസം ഉണ്ടായ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് കേട്ടൊരു രസകരമായൊരു സംഭവം. ബാപ്പാൻ്റെ കൂടെ പള്ളിയിലേക്ക് തറാവീന് പോകും. അതുപോലെ തന്നെ ഖിയാമുല്ലയിലിന് ഇപ്പോൾ അവസാനത്തെ 10 ഖിയാമുല്ലയിലിനും പോകും. അപ്പോൾ അവന് കണ്ട സമയത്ത് പറയാണ്, ഖിയാമുല്ലയിൽ കുറച്ചൊരു പ്രയാസം, 3 മണിക്കൂറൊക്കെ ഉള്ള ഇമാം ഓതുന്ന പള്ളിയിലേക്ക് വാപ്പ കൊണ്ടുപോവുക, അവർ ഇടങ്ങാറാണെന്ന് പറയും. ചില ആളുകൾക്ക് അരമണിക്കൂർ കിട്ടുന്ന പള്ളി തിരഞ്ഞു പോകും. ചില ആൾക്കാർ 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ നിൽക്കുന്ന പള്ളിയിൽ തിരഞ്ഞു പോയി അവിടെ പോയി നിന്ന് അല്ലെ നമസ്കരിക്കുന്ന ആളുകളും കാണാം. പക്ഷെ അവൻ പറയാണ്,
റമദാൻ ഭയങ്കര വേഗതയിലാണ് പോണത്. റമദാൻ പോണതിൽ ഭയങ്കര ഇടങ്ങാറുണ്ട്. കാരണം എത്ര പെട്ടെന്നാ അവസാനത്തെ 10 ആയത്. 21ാമത്തെ നോമ്പിലേറ്റാണ് ഞാൻ കണ്ടത്. അപ്പോൾ പറയും 21 നോമ്പ് പോയ പോക്കാറിയില്ല ഉസ്താദേന്നാർ, ഭയങ്കര പോക്കാണ്. പക്ഷേ തറാവി അത്ര പെട്ടെന്നായിട്ട് പോകണില്ല. തറാവി അതിൽ ഖിയാമുൽ അത് അത്ര വേഗം, അത് കുറച്ചൊരു ഇടങ്ങാറ് പോലെ ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ശരിയാണ്. ചിലപ്പോൾ നമുക്കൊക്കെ അല്ലേ ഒരു 5 മിനിറ്റ് ഒരു കാര്യം കേൾക്കാനിരിക്കാന്നോട് പറയുമ്പോൾ 5 മിനിറ്റ് പോട്ടെ, ഒരു മണിക്കൂർ ക്ലാസ്, 1 മണിക്കൂറൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ റമദാൻ ഭയങ്കര വേഗതയാണ്, അതിൽ നമുക്ക് ആശങ്കയാണ്. പക്ഷേ ഇതും അതിവേഗതയിലല്ലേ കടന്നു പോണത് ഈ സമയങ്ങളും. ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മളൊരു അല്പസമയം ഒരു മൂലയിൽ ഇരിക്കുകയാണെങ്കിൽ എത്ര പെട്ടെന്ന് ആ സമയമൊക്കെ പോണത്. പക്ഷേ അതിനെ അനുഭവിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ ആലോചനകളും എത്രമാത്രം അതിലേക്ക് താല്പര്യവും ഇഷ്ടവുമാണ് എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ സ്വർഗം ആഗ്രഹിക്കാത്തവരായ ആരുമില്ല. മുഅ്മിനീങ്ങൾ മുഴുവൻ അള്ളാഹിനോട് സ്വർഗം ചോദിക്കുന്നവരാണ്. പക്ഷെ ആ സ്വർഗത്തിലേക്കുള്ള പണിയെടുക്കുന്ന ആളുകൾ വളരെ കുറച്ച് ആൾക്കാരാണ്. അള്ളാഹു സ്വർഗത്തിൽ അവൻ്റെ റഹ്മത്തിനെ കൊണ്ട് സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ കയറ്റണം. റഹ്മത്തോടെ സ്വർഗത്തിൽ കയറുള്ളൂ. അള്ളാഹിൻ്റെ റഹ്മത്ത് വേണം. നമ്മൾ എത്ര അധ്വാനിച്ചാലും ഇനി എത്ര ഇബാദത്ത് ചെയ്താലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ ആ സംഭവം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നെ ചുറ്റിപ്പൊതിയാതെ ഇല്ലാ യതഗമ്മദനി റബ്ബി ബിറഹ്മ, അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ വലയം ചെയ്യാതെ ഞാനും സ്വർഗത്തിൽ പോകുന്നവനല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ ഒരു സംഭവം വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ചോദിക്കുക. ഓരോ സദസ്സും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് നൽകപ്പെടുന്ന സദസ്സാൻ. വജബത്ത് മഹബ്ബത്തി, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എൻ്റെ ഇഷ്ടം ഉറപ്പാൻ. വേറെ ചില ഹദീസുകളിൽ കാണാം എൻ്റെ കാരുണ്യം ഉറപ്പാൻ. ലിൽ മുതജാലിശീന ഫിയ, എനിക്ക് വേണ്ടി ഒരുമിച്ചിരുന്നവരാരോ, എനിക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ഇരുന്നവരാരോ, എന്നെ സംബന്ധിച്ച് സംസാരിക്കുന്ന, എൻ്റെ കലാമിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഈ വിശുദ്ധ ഖുർആനിനെ അതിസുന്ദരമായി വിശദീകരിച്ചവനാണ് അള്ളാഹ്. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതിനെ കേൾക്കാൻ ആരിയ്ക്കുന്നുവോ അവൻ്റെ മേൽ എൻ്റെ ഇഷ്ടവും എൻ്റെ കാരുണ്യവും നിറയുന്നു എന്നാണ്. ഖുർആൻ്റെ ആയത്ത് കേട്ടാൽ തന്നെ ഓതാതെ വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു, റബ്ബ് പറഞ്ഞു ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ശ്രദ്ധിച്ച് കേൾക്കുക, നിശബ്ദത പാലിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് നേടിയെടുത്തേക്കാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്ന സൗഭാഗ്യരിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ഇന്ന് ഞാൻ പറഞ്ഞ ഈ സൂറത്ത് ആലി ഇമ്രാനിലെ കേവലം 3-4 ആയത്തുകൾ, 133 മുതൽ 136 വരെയുള്ള ആയത്തുകൾ വല്ലാതെ വിശദീകരിക്കേണ്ടി വരില്ല. കാരണം അതിൻ്റെ അർത്ഥങ്ങൾ വായിച്ചു പോയാൽ തന്നെ അള്ളാഹു പറഞ്ഞ കാര്യത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെ പ്രാവർത്തിക തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിനോട് സഹായം തേടുക, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. അമൽ ചെയ്യാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കാനും അള്ളാഹുവിനെ നന്ദി ചെയ്യാനും അള്ളാഹുവിനോട് സഹായം തേടുക. കാരണം വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, ഒരു നബി പറഞ്ഞ വാക്കാണ്, എൻ്റെ വിജയം അത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ നേട്ടങ്ങൾക്കും അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. നമ്മൾ അമൽ ചെയ്യണമെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. അതാണ് നബി ഏറെ ഇഷ്ടപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയും. 5 നേരം നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എണീറ്റ് ഓടരുത്. എന്തു പറയണം? അള്ളാഹിനോട് ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞു, മുആദേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, സ്നേഹമാണ്, എനിക്ക് ഭയങ്കര പ്രിയമാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാൻ എല്ലാ നിസ്കാരത്തിന് ശേഷവും 5 നേരം നമസ്കാരങ്ങൾക്ക് ശേഷവും നീ പറയണം, അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ. സഹായിക്കാൻ അല്ലേ ഉള്ളൂ, നമ്മളെ സഹായിക്കാൻ അല്ലേ ഉള്ളൂ. അള്ളാഹുവിനോടാണ് നിരന്തരമായി സഹായം തേടേണ്ടതും സഹായം അഭ്യർത്ഥിക്കേണ്ടതും. ഏത് രൂപത്തിലും അള്ളാഹു വിചാരിക്കുന്ന രൂപത്തിൽ, ഒരു പക്ഷെ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹ് നമ്മളെ സഹായിക്കും. അല്ലാഹുമ്മ അഇന്നി, അല്ലാഹു നീ എന്നെ സഹായിക്കണേ. എന്തിനു സഹായിക്കണേ? കുറേ ദുനിയാവ് ശരിയാവാനോ, എൻ്റെ ബിസിനസ് റെഡിയാവാനോ, എൻ്റെ തൊഴിലിൽ എനിക്ക് എളുപ്പമുണ്ടാവാനോ? അവിടെ 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞെടുത്തത് അവിടെ ദുനിയാവിൽ ചോദിക്കുന്ന കാര്യമില്ല. അവിടെ റസൂലുള്ളാഹി അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ, പടച്ചവനെ സംബന്ധിച്ചുള്ള ഒരു ഓർമ്മ ഉണ്ടാവണമെങ്കിൽ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ ഖുർആൻ എടുത്ത് വായിക്കാനും അതിൻ്റെ ആയത്തുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിനെ മനസ്സിലാക്കാനും അതിനെ ജീവിതത്തിൽ പകർത്താനും. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ സ്മരണയാണ് ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ ആ ഏറ്റവും അമ്പിച്ച കാര്യം നേടാനും അല്ലാഹുമ്മ അഇന്നി, റബ്ബേ നീ എന്നെ സഹായിക്കണേ. അലാ ദിക്രിക് വശുക്രിക്, കുറേ തന്ന നിഅമത്തുകളുണ്ട്, കണ്ടതും കാണാത്തതും. നമ്മൾ അനുഭവിക്കുന്ന പലതും നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന നിഅമത്ത്, കണ്ടറിയാത്ത നിഅമത്തുകളുമില്ലേ. വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന, റബ്ബ് പറയുന്നു നിങ്ങൾക്ക് ളാഹിറത്തായും ബാത്തിനത്തായും
പരോക്ഷമായതും രഹസ്യമായതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാൽ നിങ്ങളെ മൂടിയവൻ, അസ്ബഗ അലൈക്കും, നിങ്ങളെ മൂടിയവൻ അവനാണ് അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം. ഇനി കാണാത്ത, നമ്മൾ കണ്ട അനുഗ്രഹം പല, ഏതൊക്കെ അനുഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നമ്മൾ കണ്ടതും അനുഭവിച്ചതും പറയാണ്ടാവും. പക്ഷെ കാണാത്ത അനുഗ്രഹം അതിലൊന്നാണ് നമ്മുടെ ചിന്മകൾ അവൻ മറച്ചു വെക്കുന്നു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചിന്മകൾ മറച്ചു വെക്കുക. സിത്തീർന്നല്ലേ, ഇതെങ്ങാനും അല്ലാഹു പുറത്തേക്ക് കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ ചെയ്തിരുന്ന പല തിന്മകളും, പല മ്ലേച്ഛതകളും, നമ്മൾ ചെയ്തു കൂട്ടുന്ന പല ഹറാമുകളും അതെങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തെടുത്ത് കാണിച്ചിരുന്നെങ്കിൽ വഷളാകുമായിരുന്നു. കുടുംബത്തിൽ പോലും നമ്മൾ വഷളാകുമായിരുന്നു. പക്ഷേ അള്ളാഹു എന്ത് ചെയ്തു? സത്തറഹുല്ല, അള്ളാഹു പലതിനെയും അവൻ മറച്ചു വെക്കുന്നു എന്നുള്ളത് ഒരു നിഅമത്താൻ, അതൊരു അനുഗ്രഹമാണ്. ഇങ്ങനത്തെ കുറേ അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ അള്ളാഹുവിന് നന്ദി ചെയ്യണം. ആ നന്ദി ചെയ്യാൻ അള്ളാഹുവിൻ്റെ സഹായം വേണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വശുക്രിക് വഹുസ്നി ഇബാദതിക്. പരിശുദ്ധമായ റമളാനിൽ ഇപ്പോൾ ലൈലത്തുൽ ഖദറിനൊക്കെ ഇങ്ങനെ സജീവത കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അള്ളാഹിൻ്റെ സഹായം ചില ആൾക്കാർക്ക് ഇപ്പോഴും എത്തിണ്ടാവില്ല. പക്ഷെ അള്ളാഹിനോട് സഹായം തേടുക, അള്ളാഹുവിനോട് സഹായം തേടുക, അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കുക, അള്ളാഹു നീ എന്നെ സഹായിക്കണേ. കുറേ പ്രശ്നങ്ങളിലാണ് അല്ലെ, പലതും ഡിസ്ട്രാക്ഷൻസായി, നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സങ്ങളായി പലതുണ്ട്. റബ്ബേ നിന്റെ സഹായം വേണേ. അതാ ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നക അഫുവൻ, റബ്ബേ നീ മാപ്പ് കൊടുക്കുന്നവനല്ലേ, തുഹിബ്ബുൽ അഫു, മാപ്പിനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവനല്ലേ, ഫഅഫു അന്നി, എൻ്റെ അവസ്ഥ ശരിയാക്കി തന്നെ മാപ്പ് വന്നിട്ട് ഇനി എന്ന് നല്ല രൂപത്തിൽ എൻ്റെ കാര്യങ്ങളെ സമാധാനത്തിൽ സ്വസ്ഥതയിൽ കൊണ്ടുപോകാനുള്ള പാകത്തിൽ റബ്ബേ നീ എന്നെ സഹായിക്കണേ. അള്ളാഹിനോടുള്ള സഹായം, അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിനെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. നമ്മൾക്ക് ഓതിപ്പോയ ആയത്താൻ, പക്ഷേ ഓരോ ആയത്തും ചില സമയത്ത് വിശദീകരിക്കപ്പെടുമ്പോൾ അത് അപ്പം ഇറങ്ങിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ റബ്ബ് പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. വസാരിഉ, നിങ്ങൾ ധൃതി കാണിക്കുക. സുർഅ എന്ന് പറഞ്ഞാൽ വേഗത കാണിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ വേഗതയിൽ പോകണം, ദുനിയാവിനെടുക്കാനല്ല. ഇലാ മഗ്ഫിറത്തിന്, പാപമോചനം. അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് കിട്ടിയില്ലെങ്കിൽ ആകെ പ്രയാസാൻ. പരിശുദ്ധമായ റമളാൻ എത്തിയിട്ടും മഗ്ഫിറത്തില്ലേ ഒരാൾക്ക്? പാപം പൊറുക്കപ്പെട്ടിട്ടില്ലേ? റഗിമ അൻഫു, അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ളാഹി ആമീൻ പറഞ്ഞത് കുറേ കേട്ടവരാ നമ്മൾ. മഗ്ഫിറത്തിലേക്ക് കുതിക്കണമെന്നാണ് അള്ളാഹിൻ്റെ കൽപ്പന. വസാരിഉ, നിങ്ങൾ കുതിക്കുക അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് എന്ന് പറഞ്ഞു. വേറെ സൂറത്തിൽ അള്ളാഹു പറഞ്ഞു വസാബിഖു, മുസാബഖ, മത്സരം എന്നാണ് അതിനർത്ഥം, കോമ്പറ്റീഷൻ. വസാബിഖു ഇലാ മഗ്ഫിറ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കുള്ള പടയോട്ടം, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കുള്ള കുതിച്ചോട്ടം. അതിനെ സംബന്ധിച്ച് റബ്ബ് പറയുന്നു, പാഞ്ഞടുക്കുക, അത് നിങ്ങളുടെ റബ്ബിൽ നിന്നാണ്. റബ്ബ് പറഞ്ഞു വജന്ന, സ്വർഗത്തിലേക്ക് കുതിക്കണം. മെല്ലെ പോയാൽ ശരിയല്ല അല്ലേ? ഓരോന്നും ഇങ്ങനെ ചെയ്യുക, നമ്മളതിനനുസരിച്ച് നമ്മളെ ഒഴിവിനനുസരിച്ചല്ല. സാരിഉ, നിങ്ങൾ കുതിക്കുക, സ്വർഗത്തിലേക്ക് കുതിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ മറ്റേ ആയത്തിലും സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന എന്ന് അവിടെയും പറഞ്ഞു. മുസാബഖ നടത്തണമെന്നാണ്. ആ സ്വർഗത്തിലേക്ക് എങ്ങനെ കുതിക്കുക? ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പ്രത്യേകിച്ച് ഈ രാവുകളിൽ നമ്മൾ അതിനിങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാൻ. ഇത് മരണം വരെയാണ്ട് കൊണ്ടുപോയാൽ മതി. റമളാനാണ്ട് കഴിഞ്ഞാൽ ഇതിനോട് സലാം പറയരുത്. ലൈലത്തുൽ ഖദ്ർ അല്ലേ, അത് പുലരി വന്നാൽ സലാം പറഞ്ഞു പോകുന്നു പറഞ്ഞു. അതുപോലെ നമ്മുടെ അമലുകൾക്ക് സലാം പറഞ്ഞ് അതിനെ യാത്രയാക്കരുത്. ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ പരിചയിച്ചെടുത്ത നമ്മുടെ ശീലങ്ങളെ, നല്ല കർമ്മങ്ങളോടുള്ള താല്പര്യങ്ങളെ കൂടുതൽ മിനുക്കിക്കൊണ്ടുവന്ന് വെള്ളമൊഴിച്ച് നനച്ച് നല്ല രൂപത്തിൽ അതിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സ്വർഗത്തിലേക്ക് നിങ്ങൾ പാഞ്ഞെടുക്കുക, കുതിച്ചെടുക്കുക. അർളുഹസ്സമാവാതു വൽ അർള്, ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും പ്രവിശാലമായ സ്വർഗത്തെ സംബന്ധിച്ചാണ് അള്ളാഹുവിൻ്റെ സംസാരം. അതാർക്കുള്ളതാ? ഉഇദ്ദത്തിൽ മുത്തഖീൻ. ആ ആയത്ത് റബ്ബ് നിർത്തി, അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. മുത്തഖീങ്ങൾക്ക് റബ്ബ് തയ്യാറാക്കിയതാ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, തഖ്വയുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. കാരണം തഖ്വക്കാൻ നമ്മൾ നോമ്പനുഷ്ഠിച്ചത് ഈ റമളാന്റെ തുടക്കത്തിൽ കേട്ട ആയത്തതാണ്. ഷഹ്റു റമളാൻ അല്ലേ? ആ റമളാനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ആ തഖ്വയുള്ളവർക്ക് അള്ളാഹു സ്വർഗമൊരുക്കിയെന്ന തഖ്വ ഒരാൾ നേടിയെടുക്കണമെങ്കിൽ കുറച്ചൊരു കുതിപ്പും അതിലേതായ ഒരു കിതപ്പും അയാളുടെ ജീവിതത്തിലുണ്ടാവും. കുറച്ച് പ്രയാസങ്ങൾ അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടുകൾ, ചില സാക്രിഫൈസ് വേണം ആയുഷിൽ, ഭൗതികമായ പല സൗകര്യങ്ങളിൽ, പല കാര്യങ്ങളിൽ.
സമയങ്ങളിൽ, നമ്മുടെ തൊഴിലുകളിൽ, നമ്മുടെ മറ്റ് ആലോചനകളിൽ, ചിന്തകളിൽ പരിശുദ്ധമായ റമദാനിൽ ഒരു തരം അധ്വാനം, ശക്തമായ അധ്വാനം, അത് അവസാനത്തെ 10 ശക്തമായി കൊണ്ടുവരാറുണ്ടായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ്. സഹാബത്ത് പറഞ്ഞു, കാന യജ്തഹിദു ഫീ റമദാൻ, റമദാനിൽ റസൂലുള്ളാഹി പരിശ്രമിക്കും, നല്ല അമലുള്ള ആളാ. റമദാനിൽ ഭയങ്കര ശക്തമായ പോരാട്ടമാണ് അമലുകളുമായി. എന്നിട്ടോ അവസാനത്തെ 10 അതിശക്തമാണ്. ഈ റമദാനിൻ്റെ ആദ്യത്തെ 20 കണ്ട പോലെയല്ല, അതിവേഗതയിൽ അതിശക്തമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ആരാധനകളോടുള്ള റസൂലുള്ളാഹിൻ്റെ മുജാഹദത്ത്, പരിശ്രമമെന്ന് നമ്മൾ മനസ്സിലാക്കിയവരാൻ. അതാണ് റബ്ബിൻ്റെ ഈ സംസാരം. ഇനി എങ്ങനെ പോരാടണം, എങ്ങനെ കുതിക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? റബ്ബ് പറയുന്നു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ വദ്ദറാ. ഇവിടെ ചില മുജാഹിദുകളെ സംബന്ധിച്ച്, അള്ളാഹിൻ്റെ മാർഗത്തിൽ പരിശ്രമം നടത്തുന്ന മുജ്തഹീദീങ്ങളെ സംബന്ധിച്ച് റബ്ബ് പറയുന്നു, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞു, അവസാനത്തെ 10 റസൂലുള്ളാഹി അകമഴിഞ്ഞ് കയ്യിലെടുത്ത് മുഴുവൻ കാറ്റടിച്ച് വീശുന്ന വേഗതയിൽ, അതിനേക്കാളും വേഗതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മം ചെയ്യാറുണ്ടായിരുന്നുവെന്നാൽ. പൈസക്കാർ മാത്രമല്ല ധർമ്മം ചെയ്യേണ്ടത്, പാവപ്പെട്ട ആളുകൾക്ക്. അയാൾക്ക് ഒരു റസൂലുള്ളാഹിയുടെ ഒരു ഹദീസ് കാണാം, 1 ദിർഹം ചിലപ്പോൾ 1000 ദിർഹമിനേക്കാൾ ശ്രേഷ്ഠമായതായി കടന്നു വരും. 100 ദിർഹമുകളെ കവച്ചു വെക്കും ചിലപ്പോൾ 1 ദിർഹം, ഒരു സ്വർണ്ണ നാണയം അല്ലെങ്കിൽ ഒരു വെള്ളി നാണയം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ കഴിയും. കഴിവിൻ്റെ പരമാവധി ആ ഒരു ശ്രമം നടത്താൻ. ഇവിടെ സറായിലും ദൊറായിലും, ദുരിതം വരുമ്പോഴും ജീവിതത്തിൽ നല്ല നല്ല സമൃദ്ധി വരുമ്പോഴും അള്ളാഹുവിൽ ധനം ചെലവഴിക്കുന്ന ആളുകൾ, അവരെ ഈ മുത്തക്കീങ്ങളുടെ ഒരു സവിശേഷത റബ്ബ് ആദ്യം പറഞ്ഞത് ധനം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ പരിശുദ്ധമാക്കി കളയുന്നൊരു സംഗതിയാണ്. ജീവിതത്തിൽ നോമ്പ് വെൽക്കാൻ പറ്റാത്ത ആളോട്, അല്ലെ പരിശുദ്ധമായ റമദാൻ വന്നിട്ട് നോമ്പെടുക്കാൻ സാധിക്കാത്ത വളരെ വൃദ്ധരായ ആളുകളോട് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് എന്താണ്? അവർ ഫിദിയ കൊടുക്കണം എന്നാണ്. അഥവാ പാവങ്ങൾക്ക് കയ്യിലുള്ളത് കൊടുക്കലാണ്, കയ്യിലുള്ളത് കൊടുക്കുക. അപ്പം സക്കാത്ത്, അല്ലേ, നമ്മളെ സമ്പത്തിനെയും നമ്മളെയും ശുദ്ധീകരിക്കാൻ, ആ ഒരു ശുദ്ധീകരണ പ്രക്രിയയുടെ ആദ്യത്തെ കാര്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല മുത്തഖീങ്ങളുടെ അടയാളമായി ഇവിടെ എടുത്തു പറഞ്ഞത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ വല്ലറാ. ദുരിതത്തിലും സമൃദ്ധിയിലൊക്കെ കൊടുക്കാൻ നമുക്ക് കഴിയും. പക്ഷേ പിശുക്ക് വരുന്ന ചില സമയത്ത് ഇത് കൊടുത്താൽ തീരോ, ഇത് കൊടുത്താൽ എനിക്കെന്തുണ്ടാകും എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. ആ സമയങ്ങളിൽ കൊടുക്കുന്നവരാണോ? അള്ളാഹു തരുന്നുള്ളത് ഉറപ്പാ, അള്ളാഹു നൽകും, തിരിച്ചു നൽകുമെന്നുള്ളത് റബ്ബിൻ്റെ വാഗ്ദാനമാണ്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു തആല സൂചിപ്പിച്ചതും അതാണ്. അതൊരു നല്ല ക്വാളിറ്റിയാണ്. സ്വർഗം ലഭ്യമാകാൻ അള്ളാഹു നൽകുന്ന ഒരു നല്ല സൽപ്രവർത്തിയെ സംബന്ധിച്ച് അവിടെ റബ്ബ് സൂചിപ്പിച്ചത് ആദ്യം. പിന്നെ റബ്ബ് പറഞ്ഞു, വൽകാലിമീനൽ ഗൈൽ, ദേഷ്യത്തെ കടിച്ചു പിടിക്കുന്ന ആളുകൾ. കലമ എന്ന വാക്കിനർത്ഥം ഇങ്ങനെ പല്ലുകൊണ്ട് കടിച്ചിറുമ്പുന്നതിനാണ്. കാലിമീനൽ ഗൈൽ, ദേഷ്യം കടിച്ചു പിടിക്കുന്ന ആളുകൾ. അല്ലാതെ അനാവശ്യമായി തൊട്ടതിനും നുണഞ്ഞതിനും മുഴുവൻ ദേഷ്യപ്പെട്ട് ചൂടായി സംസാരിച്ച് ആകെ പ്രശ്നങ്ങളും സംഘർഷാവസ്ഥകളും ഉണ്ടാക്കുന്നവനല്ല. റസൂൽ പറഞ്ഞു, ക്ഷമ വേണം, ക്ഷമ കൈക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തുദ്ധരിച്ച സംഭവം അതാണ്. വൽകാലിമീനൽ ഗൈൽ, ദേഷ്യത്തെ കടിച്ചു പിടിക്കുന്ന ആളുകൾ. സമ്പത്ത് ചെലവഴിച്ചു ഞാൻ അവിടെ അടുത്ത പ്രത്യേകത അതാണ്. അതന്നെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, റസൂലേ എനിക്കൊരു ഉപദേശം തരണം, എന്നെ ഉപദേശിക്കണം. ഒറ്റ വാക്കിൽ റസൂൽ ഉപദേശം അവസാനം, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. വീണ്ടും ചോദിച്ചു അയാൾ, റസൂലേ എനിക്കൊരു ഉപദേശം തരണം, ലാ തഗ്ളബ്, ദേഷ്യപ്പെടരുത്. വന്നതൊരു ചൂടനാന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ. പക്ഷേ ചില സമയത്ത് ദേഷ്യം വേണ്ടി വരും. ചില സമയത്ത് പ്രത്യേകിച്ച് മക്കൾക്ക് തർബിയത്ത് കൊടുക്കുമ്പോൾ, മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ, നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഹറാമുകളിൽ നിന്ന് ആളുകളെ തടയുമ്പോൾ, അല്ലെ, ഹറാമുകളൊരു ദേഷ്യവും അതിനോടൊരു വെറുപ്പുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അടുത്ത് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരാളുടെ പരാതി പറഞ്ഞു വന്നു. അതായത് ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണം നടത്തി. ഖുറൈശികളാണ്, മോഷണക്കേസ് പിടിച്ചു കഴിഞ്ഞാൽ മാനക്കേട് ആർക്കും കൂടിയാണ്? ഖുറൈശികൾക്കും കൂടിയാണ്. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുത്ത് ഒന്ന് ശുപാർശ പറയാം, ഒരു അളവ് കൊടുക്കണം എന്നുള്ളവർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി ദേഷ്യപ്പെട്ടു. റസൂലുള്ളാഹി പറഞ്ഞു, ആര് കട്ടാലും, എൻ്റെ മകൾ ഫാത്തിമ കട്ടാലും ഞാൻ അവളെ കൈമുറിക്കുന്നതാണ്. അതിഗൗരവത്തിൽ റസൂലുള്ളാഹി ഉണർത്തിയ, കാരണം ദീനിൻ്റെ വിഷയത്തിൽ നമുക്ക് ദേഷ്യപ്പെടാം, പറ്റകെട്ടതാണെന്നല്ല. ചില കാര്യങ്ങൾക്ക് ന്യായങ്ങൾക്ക് വേണ്ടി, അന്യായങ്ങൾക്കെതിരെ, എന്നാൽ എപ്പോഴും ഒരു എപ്പോഴും ഒരു ദേഷ്യവും ഒരു മുരടൻ സ്വഭാവവും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല.
ഒരു വിശ്വാസിക്ക് ചേർന്നത് വൽ കാളിമീനൽ ഗൈദ്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞു ദേഷ്യം വരുന്ന ചില സമയങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാനുള്ള ചില രീതികൾ റസൂൽ പറഞ്ഞെന്ന് വിശദീകരിച്ചെന്നു. നിൽക്കുന്ന സമയത്താണോ ദേഷ്യം വരുന്നത്? ഒന്ന് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റസൂൽ പറഞ്ഞു ഇനി ഇരുന്നിട്ടും പോണില്ലെങ്കിൽ ഒന്ന് കിടക്കുക എന്ന് പറഞ്ഞു. വുളു ഉണ്ടാക്കാൻ വേണ്ടി റസൂൽ പറഞ്ഞു വുളു ചെയ്യുക, അത് തണുപ്പിച്ച് കളയുന്നതാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അല്ലേ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുക. റസൂൽ കുറേ കാര്യം വിശദീകരിച്ചതൊക്കെ കാണാം. കാരണം ആ ദേഷ്യം കൊണ്ടുണ്ടാകുന്നത് വലിയ ദുരന്തങ്ങളാണ്. പലപ്പോഴും പല കുടുംബങ്ങളിൽ അല്ലേ ഇണകൾ തമ്മിലുള്ള പിണക്കങ്ങളിൽ ദേഷ്യപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ഭയങ്കര പ്രയാസകരമായ നിമിഷങ്ങളെ പലതും നമ്മൾ വായിച്ചവരും കണ്ടവരുമാണ്. ഒരു സ്ഥാപനത്തിൽ അതുണ്ടായാലുള്ള പ്രശ്നങ്ങൾ, ഒരാൾക്ക് അതുണ്ടായാലുള്ള ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ, അത് അറബ് പറവൽ കാളിമീനൽ ഗൈദ്, ദേഷ്യത്തെ കടിച്ചു പിടിക്കുക, പുറത്തു കണ്ടെടുക്കാതെ അതിനെ കൺട്രോൾ ചെയ്യുന്ന, അത് തഖ്വയുടെ അടയാളമാണ്. അത് മുത്തഖികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെക്കൊക്കെയാണ് ഈ സ്വർഗം വെച്ചിട്ടുള്ളതെന്ന് അന്നറബ് പറഞ്ഞു. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ. അടുത്ത വാക്കതാണ് വൽ ആഫീൻ, മാപ്പ്. അള്ളാഹിനോട് നമ്മൾ ചോദിക്കും അല്ലാഹുമ്മ ഇന്നക അഫുവൻ, അള്ളാഹു നീ മാപ്പ് നൽകുന്നവനാ. പക്ഷെ നമുക്ക് പലപ്പോഴും പലർക്കും മാപ്പ് കൊടുക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരൊക്കെ എന്തോ ചെയ്തത് ഇപ്പോഴും മനസ്സിലാൻ റമളാൻ വന്നിട്ടും ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല. ചില ആൾക്കാർ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടാവില്ല, മാപ്പ് കൊടുത്തിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ ഉറ്റവരായിരിക്കും, മുടയവരായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്തവരായിരിക്കും. പക്ഷെ എന്തോ ഒന്ന് ചെയ്തതിൻ്റെ പേരിൽ അവർ ചെയ്ത നന്മകൾ പോലും നമ്മൾ മറന്നിട്ടുണ്ടാകും. അതല്ലെങ്കിലല്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഈ ഒരു മാപ്പ് കൊടുക്കുക എന്നുള്ള സംഗതി ഉണ്ടായാൽ ഉണ്ടാകുന്ന ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളന്ന് പഠിപ്പിച്ചത്. മാപ്പ് കൊടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജീവിതത്തിലെ ഏറ്റവും സ്പഷ്ടമായ വ്യക്തമായ ഒരു സംഭവം അതാണ്. എത്ര ദ്രോഹിച്ചിരുന്നു ആളുകൾ റസൂലുള്ളാഹിനെ, എത്ര ബുദ്ധിമുട്ടിച്ചിരുന്നു. ആയിഷ ബീവിയോട് റസൂൽ പറഞ്ഞു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം തോന്നിയതാണ് ആ മക്ക വിട്ട രംഗങ്ങൾ, മാത്രമല്ല ത്വായിഫിൽ നിന്ന് ഇറങ്ങി വന്ന രംഗങ്ങൾ. ആ സമയത്ത് പോലും അള്ളാഹുവിൻ്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുക്കുന്നവനായിരുന്നു. ഭൗതികമായ കാര്യങ്ങളിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, മാപ്പ് കൊടുക്കാത്തൊരു വിട്ടുവീഴ്ച ചെയ്യാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരാൻ പാടില്ല. സ്വർഗ്ഗക്കാരെ സംബന്ധിച്ച് റബ്ബ് പറയാ വൽ ആഫീന അനിന്നാസ്, അള്ളാഹിനോട് മാപ്പ് ചോദിക്കുന്ന ആൾക്കെന്തേ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്തുകൂടാ? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുമ്പോൾ ആ ഒരു രൂപത്തിലേക്ക് കടന്നു വരാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് സാധിക്കണമെന്ന് അള്ളാഹു ആ ഒരു സ്വഭാവം തരട്ടെ, നിലനിർത്തട്ടെ. റബ്ബ് പറഞ്ഞു വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനീങ്ങളെ സ്നേഹിക്കുന്നവരാകുന്നു, അള്ളാഹു നന്മയുള്ളവരെ ഇഷ്ടപ്പെടുന്നവരാകുന്നു. ഈ പറഞ്ഞ സംഗതിയെ കണ്ടോ, അവൻ മുഹ്സിനാൻ. കാരണം ഒരു സ്വാർത്ഥനല്ല. ആളുകൾക്ക് ദുരന്തം ഉണ്ടാവാൻ, ആളുകളെ വഞ്ചിക്കാൻ, ആളുകളെ ചതിക്കാൻ, ആളുകളെ ട്രാപ്പിലാക്കാൻ ഒന്നും ഇയാളുണ്ടാവില്ല. കാരണം എന്താണെന്ന് പറയുക, ഇയാൾ നിസ്വാർത്ഥനാണ്. ഇയാൾ അയാളുടെ വിഷയത്തിൽ ഭയങ്കര നല്ല പ്യുവർ നല്ല മനസ്സുള്ള ആളാണ്. കാരണം ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കും, കയ്യിലുള്ളത് മുഴുവൻ കൊടുക്കും, ദേഷ്യം കടിച്ചു വെക്കും, മാത്രമല്ല മാപ്പ് നൽകും. എത്ര നല്ല ക്വാളിറ്റിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ സംബന്ധിച്ച് പറയുന്നു തീർന്നില്ല, ഇനിയാണ് ആയത്തിൻ്റെ പോക്ക് നോക്കണം. ഇനി ആയത്തുകൾ അള്ളാഹിൻ്റെ സംസാരം നോക്കി വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, ജീവിതത്തിലൊരു മ്ലേച്ഛതകൾ കടന്നു വന്നാൽ ഇങ്ങനെയൊക്കെ ആയാലും ചിലപ്പോൾ ഫാഹിഷത്തുകൾ വരും അല്ലേ, തിന്മകൾ. ഫാഹിഷത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമുകൾ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ഫുസൂക്കുകൾ, എന്താ ഫുസൂക്ക്? മഅസിയത്ത് അല്ലേ, അള്ളാഹുവിനെ ധിക്കരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്ന പല പ്രശ്നങ്ങളും പല തിന്മകളും ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ വന്നാലോ വൈദാ ഫഅലൂ ഫാഹിഷ, അത് വന്നു കഴിഞ്ഞാൽ അത്തരം ഫാഹിഷത്തുകൾ അവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഔ ളലമൂ അൻഫുസഹും, സ്വന്തത്തോട് അവർ അക്രമം കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദക്കറുല്ലാഹ്, അള്ളാഹിനെ സംബന്ധിച്ച് അവർ ഓർക്കും. അള്ളാഹു കാണുന്നുണ്ടല്ലോ, അള്ളാഹു അറിയുന്നുണ്ടല്ലോ, അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കാനുള്ള മനസ്സിനെ അവർ പാകപ്പെടുത്തിയെടുക്കുന്ന പെട്ടെന്ന് തന്നെ അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളിലേക്ക് അവർ കടന്നു വരും. തിന്മകൾ ഉണ്ടായാൽ ആ തിന്മയിൽ ഉറച്ചു നിൽക്കരുത്, ഞാൻ ഏതായാലും പോയി ഇനി വരണോട് തെച്ച് കാണല്ല, അങ്ങനല്ല. ഫാഹിഷത്തുകൾ എത്ര ഉണ്ടായാലും, ജീവിതത്തിൽ എത്ര ഫാഹിഷത്തുകൾ കടന്നു വന്നാലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളിലേക്ക് കടന്നു വരാനുള്ള ശ്രമം ഉണ്ടാവണമെന്നാണ്. ദക്കറുല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുക. കാരണം വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ ഓർമ്മകളാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിയവരാ നമ്മൾ. അപ്പോൾ പറയുന്നു ഇവരങ്ങനെയാണ്. അള്ളാഹിനെ സംബന്ധിച്ച് ഓർമ്മ, പടച്ചോനെ കുറിച്ചുള്ള ഒരു പേടിയും പടച്ചോനെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷയും ഇവരുടെ മനസ്സിൽ കടന്നു വരും കേട്ടോ. ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം, റബ്ബ് പറയുന്നു ഫസ്തഗ്ഫിറു,
അവർ മഗ്ഫിറത്തിനെ തേടാൻ. അള്ളാഹുവെ പുറത്തിരണേ, അള്ളാഹുവെ പാപമോചനം നൽകണേ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ കടന്നുപോയ വലുതും ചെറുതുമായ തിന്മകളിൽ അള്ളാഹുവെ മഗ്ഫിറത്ത് നൽകണേ. റമദാനുകളിൽ ഈ മഗ്ഫിറത്തിനെ കൊതിക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാ. റബ്ബ് പറയുന്നു അവരവരുടെ തിന്മകൾക്ക് മഗ്ഫിറത്തിനെ ചോദിക്കുന്നു. എന്നിട്ട് റബ്ബ് പറഞ്ഞു വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറെ ആരാണ് മാപ്പ് നൽകുന്നവൻ? അല്ലാഹുവല്ലാതെ മഗ്ഫിറത്ത് നൽകുന്നവൻ ആരാ? അല്ലാഹുവാണ് മഗ്ഫിറത്ത് ചൊരിയുന്നവൻ. കാരണം അല്ലാഹു ഗഫാറാൻ, അല്ലാഹു ഗഫൂറാൻ, ഗാഫിറു ദംബി വഖാബിലു തൗബ, തൗബ സ്വീകരിക്കുന്ന അതുപോലെ തന്നെ മഗ്ഫിറത്ത് നൽകുന്ന അള്ളാഹു എന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് റബ്ബ് വാചാലനായത്. അവിടെ റബ്ബ് എടുത്ത് ഉദ്ധരിച്ചിട്ട് റബ്ബ് പറയാ വലം യുസിറു അലാ മാ ഫഅലു, ഈ തിന്മകൾ ഇങ്ങനെ ചെയ്ത് പിന്നെയും തിന്മകൾ ചെയ്യാൻ, ആ തിന്മകളിൽ ശഠിക്കാതെ, ആ തിന്മകളിൽ പിന്നെന്ത് ആ ഫാഹിഷത്തുകളിലേക്ക് പിന്നെ ചേക്കേറാതെ പരമാവധി റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അറിഞ്ഞുകൊണ്ട് പിന്നെ അതിക്ക് പോകില്ല. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ആ ഫാഹിഷത്തുകളിലേക്ക് അവർ കടന്നു പോവുകയില്ല. അങ്ങനെ റബ്ബിലേക്ക് മഗ്ഫിറത്തിനെ തേടി റബ്ബിലേക്ക് വിനീതരായി കഴിയുന്ന അവർ ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവർക്കാകുന്നു, ആ കൂട്ടം ആളുകൾക്കാകുന്നു അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്താകുന്ന പ്രതിഫലം. ജസാഉഹും, അവരുടെ കൂലി, അള്ളാഹ് നൽകുന്ന കൂലി മഗ്ഫിറത്താൻ. അതാ നമ്മൾ ചോദിക്കുന്നത്, അള്ളാഹ് മഗ്ഫിറത്ത് തരണേ, അള്ളാഹു മഗ്ഫിറത്ത് തരട്ടെ. റബ്ബ് പറയുന്നു മഗ്ഫിറത്ത് മിർ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള മഗ്ഫിറത്ത്. എന്നിട്ട് തീർന്നോ? ആഴ്ച തീർന്നില്ല. ആദ്യം പറഞ്ഞില്ല മഗ്ഫിറത്തിലേക്ക് കുതിക്കണം എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്കും എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് മഗ്ഫിറത്ത് ജസാഇ നൽകുമെന്ന് പറഞ്ഞിട്ട് റബ്ബ് പറയാ വജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് അള്ളാഹു നൽകുന്ന ജസാ ആണ്. അള്ളാഹു നൽകട്ടെ അല്ലേ, അള്ളാഹു സ്വർഗം നൽകട്ടെ. മഗ്ഫിറത്ത് കിട്ടിയാലേ സ്വർഗം കിട്ടുള്ളൂ എന്നാൻ ആൾക്കാരോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് അവരോട് മാപ്പ് ചോദിച്ചിട്ട് റബ്ബിനോട് മഗ്ഫിറത്തിനെ തേടുക, അള്ളാഹു മഗ്ഫിറത്ത് നൽകും. ആ മഗ്ഫിറത്ത് കിട്ടിയാലേ സ്വർഗമുള്ളൂ എന്നാൻ. അള്ളാഹു തരട്ടെ. പക്ഷേ ആ സ്വർഗത്തിലേക്ക് ചെല്ലാൻ നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും കുറവാണ് എന്നുള്ളതാണ് നമ്മുടെ പോരായ്മകൾ. അള്ളാഹു സഹായിക്കട്ടെ. അല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. റബ്ബ് പറയുന്നു താഴ്ഭാഗത്ത് കൂടി ഒഴുകുന്ന അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ, ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹ, അതിൻ്റെ താഴ്ഭാഗത്ത് കൂടി ഒഴുകുന്ന അരുവികൾ, താഴ്ഭാഗത്ത് കൂടി. അഥവാ ചില ഇമാം ശഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിൽ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു മണിമേടകൾക്ക് അടിയിലൂടെ ഒഴുകുന്ന, അഥവാ സ്വർഗത്തിലെ മണിമേടകൾക്ക് അടിയിലൂടെ പുഴകൾ ഒഴുകുന്നുവെന്നാണ്, സ്വർഗീയ നദികൾ ഒഴുകുന്നുവെന്നാണ്. അതാണ് സ്വർഗത്തിൽ താഴ്ഭാഗത്ത് കൂടി ഒഴുകുന്ന എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. അള്ളാഹു ആ കുസൂറുകളിൽ, ആ സ്വർഗത്തിലെ മണിമന്ദിരങ്ങളിൽ കുടുംബത്തോടൊപ്പം കഴിയാനുള്ള ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് പറയുന്നു ഖാലിദീന ഫീഹാ, ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികൾ, ആരും പുറത്താക്കൂല, ആരും ഇവിടുന്ന് പോയിക്കോന്ന് പറയില്ല. ഇത്ര കാലം എന്നുള്ളത് ലിമിറ്റഡ് അല്ല. ഖാലിദീന ഫീഹാ, അവർ നിത്യവാസികളാൻ, അനന്തവാന്മാരാൻ, അവർ അനന്തവാന്മാരാൻ. എന്നിട്ട് ആ റബ്ബ് ആയത്ത് നിർത്തിയത് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിന് അത് വല്ലാതെ സ്വാധീനിച്ചത്. വനിഅമ അജ്റുൽ ആമിലീൻ, വനിഅമ അജ്റുൽ ആമിലീൻ, അമൽ ചെയ്യുന്ന ആളുകൾക്കുള്ള കൂലി എത്ര മഹത്തരമാണ്. നിഅമ നഈം എന്നാൻ അല്ലേ, അനുഗ്രഹമാണ്. അമൽ ചെയ്യുന്നവർക്കേ ഉള്ളൂ എന്നാൻ. ഈ അമൽ ചെയ്യുന്ന ആളുകൾക്കുള്ള കൂലി എത്ര അനുഗ്രഹമാണ്. വനിഅമ അജ്റുൽ ആമിലീൻ, എത്ര അനുഗ്രഹമാണ്, എത്ര അനുഗ്രഹപൂർണ്ണമാണ് ഈ അമൽ ചെയ്യുന്ന ആളുകൾക്കുള്ള കൂലി. ആ അജ്റേദ ഒന്ന് മഗ്ഫിറത്ത്, റബ്ബ് പറഞ്ഞ മഗ്ഫിറത്തും റബ്ബിൻ്റെ കടാക്ഷവും അല്ലെ സ്വർഗവുമാണ്. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കുമാറാവട്ടെ, നമ്മളെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ റഹ്മത്തിനാലാണ് ആ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുക. ഈ ആയത്തുകളുടെ വിശദീകരണം മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്ന് കുറച്ചുകൂടി നിങ്ങൾ വായിച്ചെടുക്കണം. കാരണം കുറേ സംഭവങ്ങൾ അവിടെ വിശദീകരിക്കുന്നത് കാണാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം തബരിയും ഇമാം ഖുർത്തുബിയും ഒക്കെ ഈ സൂറത്തു ആൽ ഇംറാനിലെ 130 മുതൽ 36 വരെയുള്ള കാര്യങ്ങളിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഒരുപാടാണ്. കാരണം ഇവിടെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു, ദേഷ്യം കടിച്ചു പിടിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു, മാപ്പ് കൊടുക്കുന്ന
നോക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ വിശദീകരിക്കുന്ന നബിവചനങ്ങളും ആയത്തുകളും ഈ തഫ്സീറുകളിൽ വായിച്ചെടുക്കാൻ കഴിയും. അതാണ് നമ്മളെ കഴുകുന്നത്, അതാണ് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നത്, അതാണ് നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുന്നത്, അതാണ് നമ്മുടെ നിലപാടുകളിൽ മാറ്റം വരുത്താനുള്ള ഊർജവും ആർജവവും നമുക്ക് സമ്മാനിക്കുന്നത്. കാരണം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാമ് നമ്മളെ മാറ്റുന്നത് പോലെ ഇനി ഒരു സംസാരം ഇനി മാറ്റാനില്ല. ഈ കലാം അവതരിച്ച മാസങ്ങളിൽ ഈ വിശുദ്ധ ഖുർആനിൻ്റെ പഠനങ്ങളിലും ഇതിൻ്റെ ഗവേഷണങ്ങളിലും ഇതിൻ്റെ പാരായണങ്ങളിലും ഇതിൻ്റെ ഓർമ്മകളിലും ഇതിൻ്റെ മനപ്പാടങ്ങളിലും ഇതിനെ സംബന്ധിച്ചുള്ള ചിന്തകളിലും ഇതിനെ സംബന്ധിച്ചുള്ള ആലോചനകളിലും മുഴുകുന്നവനോളം സുഹൃതവാനായി ആരുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അടുത്ത് വന്നിട്ട് സൽമാനുൽ ഫാരിസി റസൂലുള്ളാഹിനോട് ഒരു ഉപദേശം ചോദിച്ചു. റസൂലേ, എനിക്ക് കുറച്ച് ഉപദേശം തരണമെന്നാണ്. എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ 4 കാര്യം സ്വർഗത്തിലെത്തിക്കുന്ന കാര്യമാണ്. എന്നാൽ 4 കാര്യം മൻ കുന്ന ഫീഹി, ആരിലുണ്ടോ ഈ 4 കാര്യങ്ങൾ അവന് സ്വർഗപ്രവേശമുണ്ട് എന്നാൽ അള്ളാഹു സാധിപ്പിച്ച് നൽകുമാറാവട്ടെ. അതിലൊന്ന് സൽമാൻ ഫാരിസി റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ഖുൽ ലിസാൻ, സത്യസന്ധമായ നാവ്. ആ നാവുണ്ടോ? ഒന്നതാണ് സിദ്ഖുൽ, സത്യസന്ധത. ഈ നോമ്പിൽ നമ്മൾ ആർജിച്ചെടുത്തത് അതാണ്. നുണ അറിയാൻ നമ്മൾ നിന്നിട്ടില്ല. ആളെ പറ്റിക്കുന്ന വർത്താനം പറയാൻ, വെറും വാക്ക് പറയാൻ, അതിന് കച്ചവടമായാലും വേറെ എന്ത് തൊഴിലായാലും നമ്മൾക്ക് എന്തെല്ലാം വാഗ്ദാനങ്ങളായാലും നുണ പറഞ്ഞിട്ട് നേടിയെടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തി. കാരണം നമ്മൾ നോമ്പുകാരനാണ്, നമ്മളെ നോമ്പിനെ ബാത്തിലാക്കും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. മല്ലം യദഅ ഖൗല الزور والعمل به فليس لله حاجة في أن يدع طعامه وشرابه. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം, നോമ്പോറ്റിട്ട് കള്ളവും വ്യാജങ്ങളും നുണകളും ഉപേക്ഷിക്കാത്തവൻ അവനാ നോമ്പുകൊണ്ട് ഒരു ഗുണമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് സത്യസന്ധതയെ പരിചയിച്ചു ഈ നാളുകളിൽ അഖിലവും. സിദ്ഖുൽ ലിസാൻ, നുണ പറയാത്ത ഒരു നാവിനെ ഒരാൾ ഉണ്ടാക്കണം. അത് അയാൾക്ക് സ്വർഗപ്രവേശനത്തിന് സാധ്യമാണെന്ന് അള്ളാഹു സാധിച്ചു നൽകുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം, മഹാനായ സ്വഹാബി സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി എന്നോട് കൽപ്പിച്ച രണ്ടാമത്തെ കാര്യം അദാഉ അമാന. വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളുണ്ടാവും ചില ആൾക്കാർ, അമാനത്തുകൾ, അതിനെ കൃത്യമായി നിറവേറ്റുക. അത് ചിലപ്പോൾ ജോലിയായാൽ, ഉത്തരവാദിത്തങ്ങളായാൽ, ചിലപ്പോൾ ഒരു വാക്കാകും, ആരോടും പറയരുതിട്ടോ എന്ന് പറഞ്ഞ വാക്കാകും, ചിലപ്പോൾ എന്തെങ്കിലും സ്ഥാപനത്തിലെ എന്തെങ്കിലും പേപ്പറുകളാകും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളാകും. അമാനത്തായി ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ടോ അതിനെ പൂർണ്ണമാക്കാൻ, അതിനെ പരിപൂർണമായി അതിനെ നിർവഹിക്കാനുള്ള ശ്രമം ഉണ്ടാവുക. അദാഉ അമാന വഫാഉ അഹദ്. മൂന്നാമത്തെ കാര്യം, സ്വർഗത്തിലേക്ക് ഒരാളെ എത്തിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കരാറ് പൂർത്തീകരിക്കാന്നാണ്. കരാറ് പൂർത്തീകരിക്കുക. വാക്കുകൾ കൊടുത്തിട്ടുണ്ടാവും, പലരോടും പല വാഗ്ദാനങ്ങളും പറഞ്ഞിട്ടുണ്ടാവും, ഉടമ്പടികൾ പലതിലും സൈൻ ചെയ്തിട്ടുണ്ടാവും. തല പോയാലും അതിൽ കേടുവരുത്താതെ, അതിൽ ഒരിക്കലും ഒരു പ്രയാസം വരുത്താതെ അതിനെ നിറവേറ്റാനുള്ള തൻ്റെ ഇടവും ആർജവവും കാണിക്കണം. അള്ളാഹിനോട് കൊടുത്തൊരു കരാറുണ്ട്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ അസ്സമാവാത് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അതൊരു കരാറാണ്. ആ കരാറിൽ വീഴ്ച പാടില്ല. ശിർക്കില്ലാതെ തൗഹീദിലൂന്നിയ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആരാധനകളിലൂടെയുള്ളൊരു ജീവിതം, അതൊരു കരാറാണ്. ആ കരാറും പിന്നെ മറ്റുള്ള കരാറുകളൊക്കെ പൂർത്തീകരിക്കുന്ന വഫാഉ അഹദ്. നാലാമത്തെ കാര്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയെ ഉണർത്തിയ നാലാമത്തെ കാര്യം, മൂന്നാമത്തെ വഫാഉ അഹദിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആളുകളെ ഉപദ്രവിക്കാതെ, ആളുകൾക്ക് അക്രമങ്ങൾ ചെയ്യാതെ സഹായ മനസ്കതയോടുകൂടി ജീവിക്കുക എന്നാൽ ആളുകളെ സഹായിച്ചുകൊണ്ടും അവരുടെ കാര്യങ്ങളിൽ അവരെ എപ്പോഴും താങ്ങും തണലുമായി കണ്ട് ഒരാളെ ഉപദ്രവിക്കാതിരിക്കൽ പോലും എന്താണ്? ഒരാളെ ഉപദ്രവിക്കാതിരിക്കൽ പോലും സ്വതക്കയാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ജീവിതത്തിൽ ഈ വക കാര്യങ്ങൾ സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്ന പ്രവർത്തനങ്ങൾ. കാരണം ഇതൊക്കെ ഉണ്ടായാൽ ഇതൊക്കെ ഒരു നന്മയാണ്. ഈ നന്മകൾ നമ്മളെ നയിക്കും സ്വർഗത്തിലേക്ക് എന്നാണ്. അസ്സിദ്ഖു യഹ്ദി ഇലൽ ബിർ വൽ ബിർറു യഹ്ദി ഇലൽ ജന്ന എന്നാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ സവിശേഷതകളായി എടുത്തുദ്ധരിച്ച കാര്യങ്ങളാണ്. അല്ലാഹു മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ തഖ്വയിൽ ഊന്നിയൊരു ജീവിതം അല്ലാഹു നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ മാനിച്ചും അതിനെ ബഹുമാനിച്ചും അതിനെ മഹത്തരമായി കണ്ടും കഴിയുന്ന ഏറ്റവും നല്ല ദാസരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയൊക്കെ കടന്നു വരുന്ന തിന്മകൾ അള്ളാഹു വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സൂക്ഷ്മതയിൽ കഴിയുന്ന, അള്ളാഹുവിലുള്ള ഭക്തിയിൽ
കഴിയുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ അള്ളാഹുവെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു പോംവഴി തരുന്നുള്ളത്. നമുക്ക് കുറേ പ്രയാസങ്ങളില്ലേ, കുറേയല്ലേ റബ്ബിനോട് പറയാൻ. ഒമയ്യത്തഖില്ലാ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, റബ്ബ് പറയുന്നു അവൻ്റെ കാര്യത്തിൽ യുസ്ർ നൽകും. അള്ളാഹു യുസ്ർ നൽകും, അള്ളാഹു എളുപ്പം നൽകും. അത് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലാണ്. മിൻ ഹൈസു ലാ യഹ്തസിബ്, നമ്മൾ വിചാരിച്ച പോലെ ആവില്ല അള്ളാഹിൻ്റെ സഹായം ഇറങ്ങുമ്പോൾ. നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ സഹായം എന്നാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിയാറുകളിൽ പലരെയും സഹായിച്ചത് നബിയുടെ കൂടെ ജീവിച്ച സഹാബത്തിൻ്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അക്കൂട്ടരിൽ, ആ സൗഭാഗ്യരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളിൽ ക്ഷമിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള വിവേകവും ബുദ്ധിയും അതിനുള്ള അറിവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നു പോകുന്ന അറിഞ്ഞും അറിയാതെയും രഹസ്യമായതും പരസ്യമായതും വലുതും ചെറുതും അള്ളാഹു വിട്ടു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും നിറക്കട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവിധ നന്മകളും നിറക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും അള്ളാഹു അതിൽ പോംവഴി നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അല്ലേ. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് വേദനകളിൽ കഴിയുന്നവർ, അള്ളാഹു അവർക്ക് ആശ്വാസം കൊടുക്കട്ടെ. അള്ളാഹു നീ അവർക്ക് ശമനം കൊടുക്കണേ. അവിടെ കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കണേ. അവിടെ ചികിത്സാരംഗങ്ങളിൽ റബ്ബേ നിൻ്റെ അപാരമായ സഹായം നൽകണേ. ഒരുപാട് ആളുകൾ അസുഖം വരുമ്പോൾ സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കത്തിലാണ്. അള്ളാഹു അവർക്ക് പോംവഴി കൊടുക്കട്ടെ. മാനസികമായ പിരിമുറുക്കങ്ങളിലാണ്. അള്ളാഹു അവർക്ക് ഹൃദയ വിശാലത നൽകട്ടെ. അള്ളാഹു അവരെ ഈ പല രോഗികൾക്കും താങ്ങും തണലുമായി നിൽക്കുന്ന ഒരുപാട് ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട് അല്ലേ. പലപ്പോഴും അവരെ നോക്കും, ചിലപ്പോൾ മക്കളാകും, ചിലപ്പോൾ ഉടയവരാകും. അള്ളാഹു അവർക്ക് നന്മകൾ കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ. നന്മകൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല നന്മകളുടെ താക്കോലുകളും ഷർറുകളുടെ വാതിലുകൾ അടക്കുന്നവരുമാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുന്ന സൗഭാഗ്യരിൽ അള്ളാഹു നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ഖുർആനാണ് ഞങ്ങൾക്ക് പ്രകാശം, ഖുർആനാണ് ഞങ്ങൾക്ക് ഹിദായത്ത്, ഖുർആനാണ് ഞങ്ങൾക്ക് റഹ്മത്ത്, ഈ ഖുർആനാണ് ഞങ്ങൾക്ക് ആശ്വാസം. അള്ളാഹുവെ അതിലൂടെ എല്ലാവിധ സൗഭാഗ്യവും നേടിയെടുക്കുന്ന അനുഗ്രഹീതരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അള്ളാഹുവെ കടങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കടങ്ങൾ ഹലാലായ മാർഗത്തിൽ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ തൊഴിലുകൾ, ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ അള്ളാഹുവെ നീ എളുപ്പമാക്കി തരണേ. നിൻ്റെ അപാരമായ സഹായം നൽകണേ. അള്ളാഹുവെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം ചെയ്യണേ. അള്ളാഹു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് റബ്ബെ നീ ജവാബ് നൽകണേ. നിന്നോട് നന്നായി പ്രാർത്ഥിക്കുന്ന, നിന്നോട് നന്നായി ദുആ ചെയ്യുന്ന, നിന്നിലേക്ക് നന്നായി മടങ്ങുന്ന ഏറ്റവും നല്ല തായിബീങ്ങളിൽ, ഏറ്റവും നല്ല മുസ്തഗ്ഫിരീങ്ങളിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا والسلام عليكم ورحمة الله وبركاته.